ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനും ദൈവകൃപ പ്രാപിപ്പാനും തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീക രഹസ്യങ്ങളെ ദൂതുകളാക്കി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തിച്ചു തരുവാൻ സ്വർഗം കനിവാർന്ന് സഹായിക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ ദിവസത്തെ ദൈവിക ദൂതുകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി മനസ്സോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് മനം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹത്തണലിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തിരുവെഴുത്തിലൂടെ നിങ്ങളെ ഒരിക്കൽ കൂടി ധന്യരാക്കാൻ കർത്താവ് തരുന്ന ഈ അസുലഭ നിമിഷത്തെ ധന്യമാക്കി തീർക്കേണ്ടതിന് കൃപയിൽ തന്നെ ആശ്രയിച്ച് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കുകയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-ാമത്തെ വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. അവസാനത്തെ വാചകം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ഈ വാചകത്തിൻ്റെ പശ്ചാത്തലം വേദപുസ്തക പരിചയമുള്ള ആളുകൾക്കറിയാമായിരിക്കും. ഇസ്രായേൽ മക്കൾ കനാനിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ മുമ്പോട്ട് പോകവേ കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി മോശയുടെ നേതൃത്വത്തിൽ 12 ഗോത്രത്തലവന്മാരെ പറഞ്ഞയക്കുകയും അവർ പോയിട്ട് കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങി വരികയും ചെയ്യുന്ന സംഭവമാണ് 13-ാം അധ്യായത്തിലെ പ്രമേയം. തിരിച്ചു വരുമ്പോൾ 12 പേര് പോയവരിൽ തിരിച്ചു വരുമ്പോൾ 10 പേരും മടങ്ങി വരുമ്പോൾ നിരാശാജനകമായ പരാജയ ഭീതിയിൽ മനസ്സിൽ പേറിക്കൊണ്ട് ഒരിക്കലും സാധ്യമാകാത്ത ചില ചിന്തകളുമായിട്ടാണ് മടങ്ങി വരുന്നത്. കനാൻ ദേശത്തിലേക്ക് കയറാൻ കഴിയത്തില്ലെന്നും വാഗ്ദത്തങ്ങളെല്ലാം ചാക്കിൽ കെട്ടി പുകയത്ത് വെക്കിയ നിവൃത്തിയുള്ളെന്നും അവിടെ ചെന്നപ്പോൾ അനാക്യമല്ലന്മാരെ കണ്ടു എന്നും അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളിയെപ്പോലെ തോന്നിയെന്നും അങ്ങനെ നിരാശയുടെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത വാക്കുകളുമായി 10 പേരടങ്ങുന്ന പ്രഗൽഭ സംഘം തിരിച്ചു വന്ന് മോശയുടെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞു. തൊട്ടുപുറകെ കാലേബും യോശുവയും കൂടെ കടന്നു വന്നിട്ട് പറയുമ്പോൾ കാലേബ് മോശയോട് പറയുന്ന വാക്കുകളാണ് ഈ വാക്കുകൾ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡെയിലി മെസ്സേജിൽ ഞാൻ ഏതോ സന്ദർഭത്തിൽ ആദ്യകാലത്തിൽ ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതായി പറഞ്ഞിട്ടുമുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയോ ധൈര്യം പകരാൻ, ആരെയൊക്കെയോ കൈപിടിച്ചുയർത്താൻ ഈ വാചകം തന്നെ, ഈ വാക്യം തന്നെ വീണ്ടും എൻ്റെ മനതാരിൽ തെളിയിച്ചു തന്നത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി കൃപയിൽ ആശ്രയിക്കുകയാണ്. 2 പേർ ഒന്നിച്ചു വന്നു. കാലേബ് മോശയോട് പറയുകയാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട വാചകം ഇപ്രകാരമാണ്, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലരോട് പറയട്ടെ, ജയിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സ് പറയുന്ന അനേക വിഷയങ്ങൾ കാണും. കുറേ ശ്രമിച്ചു കഴിയുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന ശക്തി അതീവ ശക്തമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ, നമ്മുടെ പ്രതിയോഗി ഭയങ്കര മല്ലനാണെന്ന് മനസ്സിലാകുമ്പോൾ, നമ്മൾ ഒന്നുമില്ല, നമുക്ക് കഴിവില്ല, നമുക്ക് പണമില്ല, നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ല, നമുക്ക് വാചക സാമർഥ്യമില്ല, നമുക്ക് കൈക്കരുത്തില്ല, നമ്മൾ പറഞ്ഞാൽ നേടത്തില്ല എന്നൊക്കെ തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഈ ജീവിതത്തിൽ കണ്ടേക്കാം, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ കണ്ടേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഭൂരിപക്ഷം ആളുകളെപ്പോലെ നിരാശയുടെ വാക്കുകൾ പറയാൻ ഏറെ സാധ്യതയുണ്ട്. എൻ്റെ കാര്യം എന്നാ പറയാനാ, ഞാൻ എവിടെ പോയാലും ഗതികേടാ, ഞാൻ ജയിക്കാൻ സാധ്യതയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തീരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒത്തിരി നമുക്ക് ചുറ്റുമുണ്ട്. എൻ്റെ ഒരപേക്ഷയാണ്, ഈ വചനം കേൾക്കുന്ന നമ്മളാരും അത്തരത്തിലാകരുത്. ഭൂരിപക്ഷം അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്ത് വ്യത്യസ്തരാകാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയും കരുണയും ചോദിച്ചു വാങ്ങിക്കൊള്ളണം. ആ വാചകം ഞാൻ ഒന്നോടെ ആവർത്തിക്കാം. എന്നും പ്രാർത്ഥിക്കണം, ദൈവമേ, ഭൂരിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കാര്യങ്ങളെ വിലയിരുത്തേണ്ടി വരാതെ എൻ്റെ ദൈവം എനിക്ക് പ്രത്യേക കൃപ തന്ന് കാര്യങ്ങളെ ആത്മാവിൽ വിലയിരുത്താനും അവരുടെയൊക്കെ നടുവിൽ വ്യത്യസ്തനാകാനും എനിക്ക് കൃപ നൽകണമെന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുന്നു. എല്ലാവരിലും ഒരുവനെപ്പോലാകാനല്ല, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വ്യത്യസ്തനാകാൻ.
ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കാലേബിനെ പോലെ യോശുവെ പോലെ നമുക്ക് വ്യത്യസ്തനാകാം. എല്ലാവരും ഒരേ കാര്യം ഒരുപോലെ കണ്ടത്. ഇവരും പ്രതിയോഗിയും പ്രതികൂലത്തെയൊക്കെ കണ്ടതാണ്. പക്ഷേ വ്യത്യസ്തമായി കാര്യങ്ങളെ കാണാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്, അതൊരു അനുഗ്രഹമാണ്. ഔവണ്ണം കാര്യങ്ങൾ വിലയിരുത്തിയാൽ അത് നന്മയാണ് താനും. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. കാലേബ് മോശയോട് പറയുന്നത് ഇങ്ങനെയാണ്: അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഞാൻ നിങ്ങളോട് ഒന്നോടെ പറയട്ടെ, ജയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? സമയം കഴിഞ്ഞു, പിടിവിട്ടുപോയി, ഇനി എൻ്റെ കയ്യിൽ പണമില്ല, ഇനി നിവൃത്തിയില്ല, എനിക്ക് തോന്നുന്നു ഇതൊരു കലാപത്തിലും കലാശത്തിലും തന്നെ അവസാനിക്കത്തുള്ളൂ എന്ന്, പ്രാർത്ഥിച്ചിട്ട് പോലും ഫലമില്ലെന്ന്, പലരും പറഞ്ഞ പ്രവചനങ്ങളും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ വെറുതെയായി പോകുമെന്ന്, അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? ഒത്തിരി ഭാരപ്പെടുമ്പോൾ അങ്ങനെ തോന്നിപ്പോകാം. പക്ഷെ അവിടെ ജയിക്കാൻ എന്താ വഴിയെന്നറിയാമോ? കാലേബ് ചെയ്തത് ഒന്നാമത്തെ കാര്യം, അധരം കൊണ്ട്. എവിടെ ജയം ആരംഭിക്കുന്നത്? അതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. എവിടാണ് വിഷയങ്ങളുടെ ജയം ആരംഭിക്കുന്നത്? ജയം ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കിലുമാണ്. ചിന്താമണ്ഡലത്തിനകത്ത് ഞാനൊരു പരാജയമാണ്, ഞാനൊരു തളർവാദ രോഗിയാണ്, ഞാൻ എന്നും തളർന്നവനാണ്, ഞാൻ ഒരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ശകുനപ്പഴയാണ്, എനിക്കൊരിക്കലും ഗുണം വരില്ല എന്ന ചിന്ത കൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് വേരുറക്കുകയില്ല. പക്ഷെ നമ്മുടെ അപ്പുറം നിൽക്കുന്നയാൾ നമുക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, എൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്, കർത്താവിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യ നടത്തിപ്പ് എനിക്ക് തരും, കർത്താവിൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ ഇരിക്കുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരനല്ല, പുത്രൻ്റെ ചോരയാൽ ഞാൻ കഴുകൽ പ്രാപിച്ച ആളാണ്, എനിക്ക് നീതീകരണം കിട്ടിയിട്ടുണ്ട്, എൻ്റെ പേര് സ്വർഗത്തിനുണ്ട്, എനിക്ക് ദൂതന്മാർ കാവലുണ്ട്, എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്, എൻ്റെ നാളുകളെ നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയേണ്ടത്. ഇതൊക്കെയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമ്മളെ റീസെറ്റ് ചെയ്യേണ്ട വന്നാൽ ഇന്ന് റീസെറ്റ് ചെയ്യണം. എത്ര പരാജയപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും ആ കാര്യത്തിനകത്ത് നമ്മുടെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ, വെല്ലവും കണ്ടിട്ട് തട്ടിപ്പറിച്ച് പോക്കറ്റിലാക്കാൻ വേണ്ടി കർത്താവിനെയും ഈ വചനത്തെയും പാവപ്പെട്ട എന്നെയും കൂട്ടുപിടിക്കരുത്. ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യം മനസ്സിലാകുന്നല്ലോ. നിനക്ക് ന്യായമായി ജീവിക്കാൻ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെ തട്ടിമാറ്റിയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അനുഭവിക്കാതെ നിന്നെ ഒരു പടുകുഴിയിൽ തള്ളിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് തെങ്ങ് വയ്ക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിനാണ് ദൈവമായ കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നത്. ജയിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഈ ലോകത്തിലുണ്ട്. ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ അത് തുടങ്ങുന്നത് എവിടാണെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. ഈ യോശുവയുടെയും കാലേബിൻ്റെയും ചിന്താമണ്ഡലത്തിൽ പ്രതിയോഗിയുടെ വലിപ്പത്തേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ കരുണയും അവർ കണ്ടു. അതുകൊണ്ട് അവർ പറഞ്ഞു, രണ്ടാമത്തെ തലമാണ് വാ കൊണ്ട് പറയുക, ജയിക്കും. മക്കളെ, പരീക്ഷയ്ക്ക് തയ്യാറാകുവാണോ? 5 വട്ടം എന്നോട് പലരും പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യമാണ്. ഇത് 5ാമത്തെ വട്ടമാണ് ഞാൻ OET എഴുതുന്നത്, IELTS പോകുന്നത്. അതൊക്കെ ശരി, നീ നിൻ്റെ അധരം കൊണ്ടൊരു 500 പ്രാവശ്യം പറയണം. എല്ലാം വന്നിട്ട് ആരും ജയിക്കുന്നില്ല, എല്ലാം ടഫാണ്, എല്ലാം തോപ്പിക്കുകയാണ്, ഇതൊന്നും അല്ല പറയേണ്ടത്. ആയിക്കോട്ടെ, പക്ഷെ എന്നെ സംബന്ധിച്ച് 10 പേര് പരാജയത്തിൻ്റെ വാക്ക് പറഞ്ഞെടുത്ത് ഞാൻ പറയുന്നു, എൻ്റെ ദൈവത്താൽ എനിക്ക് ജയിക്കാൻ പറ്റും. ജയത്തിൻ്റെ വാക്കിരിക്കുന്നത് നമ്മുടെ അധരത്തിലാണ്, നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. ജയം തുടങ്ങുന്നത് അവിടെയാണ്. അതിപ്രധാനമായൊരു കാര്യം കൂടി പറയാതെ ഞാനിത് പ്രാർത്ഥിച്ച് നിർത്തുന്നത് ശരിയല്ല. നിങ്ങൾ ആ വാചകം ഒന്നോടെ ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, ആ അവസാനത്തെ വാക്ക്. അത് ജയിപ്പാൻ എനിക്ക് കഴിയും എന്നല്ല പറഞ്ഞത്, നമുക്ക് കഴിയും. അതൊരു ഗ്രൂപ്പാണ്. നമുക്ക് പറയുന്നത് കാലേബാണ്. പക്ഷേ എനിക്ക് ജയിക്കാൻ കഴിയുമെന്നൊരു ഏകാധിപത്യ മനസ്സോടുകൂടെ, ഒരഹങ്കാര ധ്വനിയോടെ ഞാൻ ജയിക്കും, എനിക്ക് ജയിക്കും എന്നതല്ല. പിന്നെയോ നമുക്ക് കഴിയും. നമുക്കെന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു സംഘത്തെ കാണുന്നു, ഒരു ബഹുവചന രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാനതിങ്ങനെ പറയാം. ഒരു വീട്ടിൽ നമുക്ക് എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരോ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടീം വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്, ഭാര്യ ഭർത്തൃബന്ധം. അവർ രണ്ടുപേരും കൂടി പറയുകയാണ്, കൈകോർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, നമുക്ക് ജയിക്കാൻ പറ്റും.
പരാജയമോ തോൽവിയോ എന്തൊക്കെ നേരിട്ടാലും നമുക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചാൽ ഒരു കുടുംബമായി നമുക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ കഴിയുമ്പോൾ വട്ടം കൈകോർത്ത് പിടിച്ചിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന 10 പേർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വലിയ യോഗവും പ്രവചനവും കയ്യടിയും പ്രസംഗമൊന്നുമല്ല, 4 പേര് ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കൈകോർത്ത് പിടിച്ചിട്ട് പറയണം, ബ്രദറെ നമുക്ക് ജയിക്കാൻ പറ്റും. ഒറ്റയാനായി പല കാര്യത്തിലും ചിലപ്പോൾ ജയിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പറ്റത്തില്ല എന്നൊന്നും ഞാൻ തർപ്പിച്ച് പറയുന്നില്ല, ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ അതിനാണ് കൂട്ടായ്മ, അതിനാണ് പ്രാർത്ഥനക്കാർ, അതിനാണ് അകം തുറന്ന് സ്നേഹിക്കുന്ന, ആത്മാവിൽ പിന്തുണയ്ക്കുന്ന ചില ആളുകൾ. 10 രൂപ വണ്ടിക്കൂലി തരുന്നതോ കൊച്ചിനൊരു മാസത്തെ ഫീസ് കൊടുക്കുന്നതോ ഒരു മാസം ഒരു പക്ഷെ വാടക കൊടുക്കാൻ കാശ് തരുന്നതോ അതിലൊക്കെ അപ്പുറമാണ്. മുഖതാവിൽ കണ്ടിട്ടില്ലെങ്കിലും ദൂരത്തിരുന്നു കൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ പടുകുഴിയിൽ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കഴിയും എന്ന് പറയാൻ, മുഖസ്തുതിയല്ല ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമെങ്കിൽ അതാണ് വലുത്. ഞാനിവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, വിജയം ആരംഭിക്കുന്നത് ചിന്തയിലാണ്, അത് വ്യാപരിക്കുന്നത് വാക്കിലാണ്, അത് ഉറപ്പിക്കുന്നത് കൂട്ടായ്മയിലാണ്. ഒന്നോടെ ഞാൻ പറയാം, വിജയം ആരംഭിക്കുന്നത് ചിന്താമണ്ഡലത്തിലാണ്, അത് വ്യാപരിക്കുന്നത് അധരം കൊണ്ട് പറയുമ്പോഴാണ്, അതിനെ ഉറപ്പിക്കുന്നത് കൂടെ നിന്ന് പ്രാർത്ഥിക്കാനും കൈത്താങ്ങൽ തരാനുമുള്ളൊരു കൂട്ടായ്മയുടെ ബലത്തിലാണ്. അത് സൂക്ഷിക്കുക, അത് കീപ്പ് ചെയ്യുക, എങ്ങനെയും അത് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് ആത്മാവിൽ ഇന്ന് പറഞ്ഞു തുടങ്ങുക, എനിക്ക് അല്ല നമുക്ക് ജയിക്കാൻ കഴിയും. എത്ര തളർന്നിരിക്കുന്നവരെ നിങ്ങൾ ഉറപ്പിക്കുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക, ദൈവം പറയുന്നത് കേൾക്കുക, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക, എന്നിട്ട് കൂടെ പറയുക, നമുക്ക് ജയിക്കാൻ കഴിയും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് ചിന്തകൾക്കായി നന്ദി കർത്താവേ. ഈ സന്ദേശം ഞാൻ ആത്മാവിൽ അയക്കുകയാണ് ആയിരങ്ങളുടെ അടുക്കലേക്ക്, ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക്. അപ്പാ, ഇത് ചെന്ന് വീഴുന്നിടത്ത് പരാജയമല്ല, വിശ്വസിക്കുന്നവർക്ക് ജയം തന്നെ വരട്ടെ. കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മശക്തിയോടെ ഈ മാസത്തിൻ്റെ 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ തോൽവി മാറി നിൽക്കട്ടെ, ജയം കയറി വരട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.